ഫാമിലി മെഡിസിൻ ഇസ് അബൌട്ട് ഹോളിസ്റ്റിക് കെയർ. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒരു ചെക്കപ്പ് ഇങ്ങനെ ചെയ്യുന്നത് മൈറ്റ് നോട്ട് ബി എ വൈസ് ഡിസിഷൻ. എൻ്റെ മൂക്ക് കണ്ടാൽ ചിലപ്പോൾ നേരെ ഇരിക്കുന്ന പോലെ തോന്നിയേക്കാം, പക്ഷെ ഉള്ളിൽ വലിയൊരു പോളിപ്പ്. AI is going to replace many jobs. Worldwide consensus is that ഡോക്ടേഴ്സ് കാൻ ബി റിപ്ലേസ്ഡ്. കാരണം വി ഡോണ്ട് ഡു എ മെക്കാനിക്കൽ വർക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലുക്കിൽ ഒരാളുടെ ലീൻനെസ് നോക്കിയിട്ട് അവർ കംപ്ലീറ്റ്ലി ഹെൽത്തി എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം. ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ അബ്ഡോമിനൽ ഒബേസിറ്റി അസസ് ചെയ്യാൻ ടൂൾസ് ഉണ്ട്. ഹലോ, വെൽക്കം ടു ന്യൂറോ ഹെൽത്ത് ടോക്സ്. സോ എന്നെ കാണാൻ വരുന്ന പേഷ്യൻസ് പ്രമേഹം, ഹൃദ്രോഗം, BP അല്ലെങ്കിൽ ക്യാൻസേഴ്സ്, ഇങ്ങനത്തെ അസുഖങ്ങൾ ഇപ്പോൾ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്ന അസുഖങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതൊരു പ്രിവാലൻസ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു വയസ്സന്മാരുടെ അസുഖമാണ് എനിക്കിതൊന്നും വരില്ല എന്നുള്ളതിനേക്കാളും ഒരു 30-40 വയസ്സാകുമ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാവുന്നൊരു ഒരു അവസ്ഥയാണ് ഇപ്പം. ഇതിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? സാറിൻ്റെ ഒരു ഒപ്പിയിൽ വരുന്ന പേഷ്യൻസിൻ്റെ ഒരു ഏജ് കാറ്റഗറിയും കൂടി ഒരു റിലേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഐ തിങ്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടിയിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. ഇറ്റ്സ് എ വെൽ നോൺ ഫാക്ട്. ഐ തിങ്ക് അതിന് മെയിൻ റീസൺ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ലൈക്ക് 2 generations ബാക്ക് നമ്മൾ ഇന്ത്യ ഒരു സ്റ്റാർവേഷൻ ഫൈറ്റ് ചെയ്യുന്നൊരു രാജ്യമായിരുന്നു, കേരളം. അപ്പോൾ നമ്മുടെ മുമ്പത്തെ 2 generations നോക്കുകയാണെങ്കിൽ അവർ അണ്ടർ നറിഷ്ഡ് ആയിരുന്നു. ഓക്കെ, അവർക്ക് ഭക്ഷണം കിട്ടിയാൽ ഒരു ലക്ഷറി ടൈപ്പ് ഒരു ജനറേഷനാണ്. നമ്മുടെ ഒരു ജനറേഷൻ എനിക്ക് നോക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ബെറ്റർ ഓഫ് ആയിരുന്നു. മേ ബി ദ ചൈൽഡ്ഹുഡ്സ് വെയർ ഡിപ്രൈവ്ഡ് ഓഫ് ഫുഡ് ആൻഡ് ബേസിക് നെസസിറ്റീസ്. അവർ പിന്നെ മിഡിൽ ഏജിലേക്ക് ആയപ്പോൾ ദേ സ്റ്റാർട്ടഡ് ഹാവിങ് ബെറ്റർ ജോബ്സ്. ലാസ്റ്റ് ഒരു 10-30 വർഷമായിട്ട് മോസ്റ്റ് ഓഫ് ദ ജനറേഷൻ സ്റ്റാർട്ടഡ് ഹാവിങ് ബെറ്റർ ജോബ്സ്. ഇപ്പോൾ ഒരു 50-60 ഏജ് ഗ്രൂപ്പിലായിരിക്കും അധികം ആൾക്കാരും, മേ ബി 65 ആ ഏജ് ഗ്രൂപ്പിൽ. ആൻഡ് ദെൻ വിത്ത് better jobs, with better financial security, ന്യൂട്രീഷനും കൂടും. അപ്പം അണ്ടർ നറിഷ്മെൻറ്റ് കുറഞ്ഞു, റീസണബിളി ഒരു ബെറ്റർ നറിഷ്മെൻ്റ് ആയി. പക്ഷെ അതിലൊരു നല്ലൊരു ഒരു പെർസെൻറ്റേജ് ആൾക്കാർ ദേ സ്റ്റാർട്ടഡ് ഡിസ്കവറിങ് ദാറ്റ് ദേ ആർ ഹാവിങ് ഡയബറ്റീസ് ആൻഡ് ദീസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അത് മുമ്പത്തെ ജനറേഷൻസിന് അത്ര ഇല്ലായിരുന്നു, ബിക്കോസ് അവർ ഡയറ്റ് റെസ്ട്രിക്റ്റഡും നല്ല ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നു. ദേ ഹാഡ് ടു ദ 2 generations ബാക്ക് പീപ്പിൾ ഹാഡ് ടു വാക്ക്. ദ റിച്ച് യൂസ് ടു ടേക്ക് ബുള്ളറ്റ് കാർട്ട്സ്. അങ്ങനെയല്ല, അധികം അങ്ങനെയല്ല. 1 generation back they used to walk and the richer ones used to use a bicycle. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നന്നായി വന്നപ്പോൾ നമ്മൾ ഈ ഫുഡിനെ ഒരു ഇൻ്റലിജൻസ് ആയിട്ട് പിന്നെ കാണാൻ തുടങ്ങി, rather than a nutritional need. അപ്പോൾ ഫുഡിന് നമുക്ക് 2 റീസൺസ് കൊണ്ട് കഴിക്കാമല്ലോ. ഒന്ന്, നമുക്ക് നമ്മുടെ ആവശ്യം തീർക്കാൻ വേണ്ടി, നമ്മുടെ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും ഫുഡ് കഴിക്കാം. വേറൊരു ടൈപ്പ് ഈറ്റിംഗ് ഇസ് കോൾഡ് ആസ് ഒരു പ്ലഷർ ഈറ്റിംഗ്, ഹെഡോണിസ്റ്റിക് ഈറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം കിട്ടുന്നു, എനിക്കത് ആ ഫുഡ് കഴിക്കുമ്പോൾ, സ്വീറ്റ്സ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് മൈൻഡ് ഭയങ്കര ഹാപ്പി ആവുന്നു. ആ പ്ലഷറബിൾ ഈറ്റിംഗ് കാറ്റഗറിയിലേക്കാണ് മുമ്പത്തെ നമ്മുടെ ജനറേഷൻ്റെ ചില ഭാഗങ്ങളും പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ മെജോറിറ്റിയും കടക്കാൻ ഒരു ത്രെട്ട് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലഷറബിൾ ലൈഫ് സ്റ്റൈലിലേക്ക് മാറി, ഫ്രം എ ബേസിക് ലൈഫ് സ്റ്റൈലിലേക്ക് പ്ലഷറബിൾ ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ കൂടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസും കൂടിയിട്ടുണ്ടായിരിക്കാം. അതൊരു ഭാഗമാണ്. പിന്നെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ബിക്കോസ് ഓഫ് സോ മച്ച് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീലി അവൈലബിൾ. പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് അറിയാം. രണ്ടാമത്തെ ഒരു വശം ഇതിനുള്ളത്, ഒരു 30 years ബാക്ക് അൾട്രാസൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പക്ഷേ കൊച്ചിയിലോ ബാംഗ്ലൂരോ പോകേണ്ടി വരും അല്ലേ. ഇപ്പോൾ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ്, കേരളത്തിൽ മാക്സിമം പോയൊരു 15 മിനിറ്റ് നമ്മൾ ട്രാവൽ ചെയ്താൽ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരു അൾട്രാസൗണ്ട് ഫെസിലിറ്റി, ഒരു ബേസിക് പ്രൈമറി കെയർ സെൻറ്റർ, CT MRI ചെയ്യണമെങ്കിൽ പോലും 2-3 മണിക്കൂർ നമുക്ക് CT ചെയ്യാം, MRI ചെയ്യാം, റിപ്പോർട്ടും കയ്യിൽ കിട്ടും. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻസും എത്രയും ഫ്രീലി അവൈലബിൾ ആണ്, നോളജ് ഫ്രീലി അവൈലബിൾ ആണ്, അവയർനെസ് ഉണ്ട് പബ്ലിക്കിൽ. കേരള നമ്മുടെ ജനങ്ങൾ പ്രത്യേകിച്ച് നല്ല അവെയറാണ്. ആക്ച്വലി നമ്മൾ അവരുടെ ബേസിക്സ് പറയേണ്ട ആവശ്യമില്ല, ഷുഗർ വരും അല്ലെങ്കിൽ ഇത് വരും എന്നുള്ളത്. അത് അവയർനെസ് ഫോളോ അപ്പ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റോറി. ലാക്ക് ഓഫ് നോളജ് ഇസ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ പീപ്പിൾ ഗോ ടു ലാബ്സ്, പീപ്പിൾ ഗോ ടു ദ നിയർ ബൈ സ്കാനിങ് സെൻറ്റേഴ്സ്. അവർ സെൽഫ് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ട്സ് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതെല്ലാവർക്കും ഇപ്പോൾ ഫാറ്റി ലിവറും കൊളസ്ട്രോളും ഷുഗറാണല്ലോ എന്നാണ്. സോ മേ ബി പ്രീവിയസ് ജനറേഷനും ലിവർ ഫാറ്റും കൊളസ്ട്രോളും ഡയബറ്റീസ് ഒക്കെ ഉണ്ടായേക്കാം, ബട്ട് ടെസ്റ്റിംഗ് വാസ് നോട്ട് ദാറ്റ് കോമൺ. അതിൻ്റെ വേറൊരു നല്ല എക്സാമ്പിൾ തൈറോയിഡാണ്. ടെസ്റ്റിംഗ് വാസ് നോട്ട് ദാറ്റ് കോമൺ. നമ്മൾ ലക്ഷണങ്ങൾ വന്നിട്ട് പിന്നെ ഡോക്ടറെ കാണുള്ളൂ. ആ ഡോക്ടറെ പിന്നെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാം, ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ രോഗം സ്ഥിരീകരിക്കാം. ഇന്ന് യു ക്യാൻ ജസ്റ്റ് ഗോ ടു എ ലാബ് ആൻഡ് യു ക്യാൻ ഡയഗ്നോസ്. ഇപ്പോൾ AI വന്നു, യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ടു ദാറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു ഓൾ ദ ഡയഗ്നോസിസ്. അപ്പോൾ നമ്മൾ
ഓവറോൾ പോൾ നോക്കുമ്പോൾ ഇറ്റ് സീംസ് ആസ് ഇഫ് ദ ഇൻസിഡൻസ് ഓഫ് ദീസ് ഡിസീസസ് ഹാവ് എക്സ്പ്ലോഡഡ് ലൈക്ക് എനിത്തിങ്. ഓക്കെ. യെസ്, ദേ ഹാവ് എക്സ്പ്ലോഡഡ് ബിക്കോസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ആൻഡ് ഓൾ. പക്ഷെ അത് നമ്മൾക്ക് അതിൻ്റെ ഡേറ്റ കിട്ടാനും അത് അവെയർ ആവാനും ഒരു മെയിൻ കാരണം ഇസ് ഈസി ആക്സസിബിലിറ്റി ഓഫ് ഈ ഹെൽത്ത് ചെക്കപ്പ് ടെസ്റ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഒരു രോഗലക്ഷണം ഇല്ലെങ്കിൽ, ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ഈസി അവൈലബിലിറ്റി ഓഫ് ദിസ് കൈൻഡ് ഓഫ് ലാബ്സ് ആൻഡ് ഓൾ. സോ നമുക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അസുഖം ഇല്ല എന്നുള്ളൊരു എന്താ പറയുക, ഒരു ധാരണ ഇങ്ങനത്തെ അസുഖങ്ങളുടെ കേസിൽ എത്രത്തോളം അതൊരു ശരിയായ കാര്യമാണോ അല്ലെങ്കിൽ അപകടകരമായ ഒരു പ്രവണതയാണോ? അതായത് എനിക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല, അപ്പം എനിക്ക് അസുഖമൊന്നുമില്ല, ഐ എം ഹെൽത്തി എന്ന് വിശ്വസിക്കുന്നൊരു. ഓക്കെ, അതിനും രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ചില കണ്ടീഷൻസ് നമുക്ക്, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു ചെവി ഇങ്ങനെ ആയിരിക്കാം, പുറത്തേക്കായിരിക്കാം അല്ലേ, അതൊരു ഫൈൻഡിങ് ആണ്. ഓക്കെ, ദാറ്റ്സ് നോട്ട് നോർമൽ ഓൾസോ, ദാറ്റ്സ് അൺയൂഷ്വൽ ലെറ്റ്സ് സേ. പക്ഷേ ഈസ് ഇറ്റ് എഫക്റ്റിംഗ് മൈ ഹിയറിംഗ്? എൻ്റെ കേൾവിനെ ബാധിക്കുന്നില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ വെറുതെ വിടാൻ പറ്റും. സോ ചില കണ്ടീഷൻസ് ജസ്റ്റ് ഫൈൻഡിങ്സ് ആണ്. വി ഡോണ്ട് നീഡ് ടു ആക്ട് ഓൺ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് ദം. ഓക്കെ, അതേസമയം എൻ്റെ മൂക്ക് കണ്ടാൽ ചിലപ്പോൾ നേരെ ഇരിക്കുന്ന പോലെ തോന്നിയേക്കാം, പക്ഷെ ഉള്ളിൽ വലിയൊരു പോളിപ്പ് ഉണ്ടായേക്കാം. അതെൻ്റെ ശ്വാസത്തിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ ഉറക്കത്തിൽ ചിലപ്പോൾ കൂർക്കം വലിക്കുന്നുണ്ടാവാം. ആ കൂർക്കം വലി കൊണ്ടായിരിക്കാം എനിക്ക് BP കൂടുന്നത്. ഞാൻ BP കണ്ടുപിടിക്കുന്നു, ഞാൻ അതിൻ്റെ മരുന്ന് കഴിക്കുന്നു. പക്ഷെ കാരണം ചിലപ്പോൾ ആസ് സിമ്പിൾ ആസ് സം സ്നോറിങ് ആയിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സ്നോറിങ്ങും BPയും കണക്ട് ചെയ്യാൻ മിസ് ചെയ്ത് പോകും അല്ലേ. സോ ദ ഇൻവിസിബിൾ വില്ലൻ ദർ വാസ് സ്നോറിങ് ആൻഡ് നോട്ട് BP. ഓക്കെ, ഈ BPയും ഫിസിക്കലി ചിലപ്പോൾ ഇയാളെ ബാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഈ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എന്ന ഫീലിംഗ് എന്തായിരിക്കാം? ഞാൻ ഫുൾ ഡേ ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങാനുള്ളൂ, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങി പോകുന്നുണ്ട്, ഞാൻ ഇരുന്നോട്ട് തന്നെ ഉറങ്ങിപ്പോവും, എന്താ കാരണം മനസ്സിലാവില്ല. ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമലായിരിക്കും. അതേസമയം എനിക്ക് BP ഉണ്ട്, BPയുടെ മരുന്ന് മാത്രമേ കഴിക്കുന്നുള്ളൂ. ദ റീസൺ ഇസ് സ്റ്റിൽ ഹൈഡിങ് ഇൻ ദ ബാക്ക്, സ്നോറിങ് അല്ലേ. അപ്പോൾ സംടൈംസ് ദീസ് ഇൻവിസിബിൾ തിങ്സ് ആർ ക്രിയേറ്റിംഗ് വാട്ട് യു ആർ മെഷറിംഗ് ആൻഡ് ദെൻ യു ആർ ടേക്കിംഗ് ട്രീറ്റ്മെന്റ് ഫോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് BP കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് കറക്റ്റ് ടു ടേക്ക് മെഡിസിൻസ്, അതിലൊരു സംശയമില്ല. കാരണം എന്തോ ആയിക്കോട്ടെ, BP ഹൈ ആവുന്നത് നല്ലതല്ല. പക്ഷെ BP എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മരുന്ന് കഴിക്കില്ല, ഞാൻ പിന്നെ ആവശ്യം വരുമ്പോൾ നോക്കാന്ന് പറയുന്നത് അത്ര നല്ലൊരു വൈസ് ഡിസിഷൻ അല്ല. അതുകൊണ്ടാണ് ഈ BP, ഷുഗർ ഇതിനൊക്കെ സൈലന്റ് കില്ലേഴ്സ് എന്ന് പറയുന്നത്. അതിങ്ങനെ നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പാന്തറും അങ്ങനത്തെ ചില അനിമൽസ് ഒക്കെ ഈ ഒരു പ്രേ മുന്നിൽ കാണുമ്പോൾ, ഒരു മാനിന്റെ മുന്നിൽ കാണുമ്പോൾ അത് ശബ്ദം ഉണ്ടാക്കാണ്ട് ഇങ്ങനെ വരും. മാന് തോന്നും ഞാനിവിടെ ഇരിക്കുകയാണ്, എനിക്കൊരു ത്രെട്ടും ഇല്ല, ഒരു ശബ്ദമില്ല, ഒന്നുമില്ല എന്നുള്ളത്. സഡൻലി ദർ ഇസ് സംതിങ് ഓൺ ഹിസ് നെക്ക്, ഇയാൾ ബാക്കിൽ കൂടെ ചാടി കയറുന്നു. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. Silent killers. We never know when they are going to create trouble for us. നമ്മൾ നന്നായി ട്രീറ്റ് ചെയ്യണമെങ്കിൽ പോലും അതിൽ നന്നായിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ബയോളജിയാണ്, നമ്മൾ മനുഷ്യ ശരീരമായിട്ട് ഡീൽ ചെയ്യണ കാരണം നമുക്ക് ആ റിസ്ക് ഒരിക്കലും സീറോ ആക്കാൻ പറ്റില്ല. അപ്പോൾ BP ഉള്ള ഒരാൾക്ക്, ഫോർ എക്സാമ്പിൾ ഒരു 40-45 ഇയർ ഓൾഡ് ഒരാൾക്ക് BP ഉണ്ട്, അൺകൺട്രോൾഡ് ആണ്, അവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം, മേ ബി അവർ സ്മോക്കർ ആയിരിക്കാം, ഒബേസിറ്റി ഉണ്ടായിരിക്കാം. നമ്മളിതൊക്കെ ഒന്ന് മെൻ്റലി, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ യൂഷ്വലി ഒരു മെൻ്റലി ഒരു റഫ് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇവരുടെ കാർഡിയോവാസ്കുലർ റിസ്ക് ഒന്ന് സ്കോറിംഗ് ഒന്ന് ചെയ്യും. അതിന് സോഫ്റ്റ്വെയർസ് ഉണ്ട്, നമുക്ക് കറക്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ അതും കിട്ടും. മെൻ്റലി നമ്മൾ ഇത് ഈ ഡേറ്റ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുടെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ റിസ്ക് പ്രോബബ്ലി അടുത്ത 10 വർഷത്തിലൊരു 15% റിസ്ക് ഉണ്ടായിരിക്കാം. ഒരു അറ്റാക്ക് വരാനോ ഒരു സ്ട്രോക്ക് വരാനോ 15% റിസ്ക് ഉണ്ടായിരിക്കാം. നമ്മൾ ഇവരുടെ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇങ്ങൊരു സ്വന്തം തീരുമാനിച്ച് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചു, പുകവലി നിർത്തി, കൊളസ്ട്രോളൊക്കെ കുറച്ചു ബൈ ഡയറ്റ് ആൻഡ് എക്സസൈസ്, മേ ബി BPക്ക് ഒരു മരുന്ന് കഴിച്ചിട്ട് ആ BPയും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ 15% റിസ്ക് മേ ബി ഒരു 4% ആക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു 10 പേര് അതുകൊണ്ട് രക്ഷപ്പെട്ടു. നൗ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഈ 4 പേർക്ക് അടുത്ത 10 വർഷത്തിൽ ഒരു 4% റിസ്ക് ഉണ്ടല്ലോ ഔട്ട് ഓഫ് 100 ഇങ്ങനെ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വരാൻ. ദേ മേ തിങ്ക് ഞാൻ ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് എക്സാക്ട്ലി ഇത് വന്നു എനിക്ക്. അവിടെയും ആക്ച്വലി ഫുള്ളായിട്ട് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആൾ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഡെത്ത് ആവേണ്ട ഒരാളായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവാം, ഓൾദോ വിത്ത് എ സ്ട്രോക്ക് ഓർ എ ഹാർട്ട് പ്രോബ്ലം. പക്ഷെ അവർക്ക് ഈ മരുന്ന് കഴിച്ചതിൻ്റെ ഗുണങ്ങൾ അവിടെ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആൻഡ് ഫ്രം ദെയർ പോയിന്റ് ഓഫ് വ്യൂ ദേ ആർ റൈറ്റ്, മരുന്ന് കഴിച്ചു വന്നാൽ ഇത് വന്നു. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കലി മരുന്ന് കഴിച്ചുകൊണ്ടായിരിക്കും അത്രയും കോംപ്ലിക്കേറ്റഡ് ആവാണ്ട് ഇവർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കോഫിനിലല്ലാണ്ട് ICU ബെഡിൽ അറ്റ്ലീസ്റ്റ് എത്തിപ്പെട്ടു, അല്ലെങ്കിൽ വാർഡിലൊക്കെ എത്തിപ്പെട്ടു അല്ലേ. അതെ, അതിനേക്കാളും രസമുള്ള കാര്യം ഈ 10 പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ 10 പേര് 30 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ആലോചിക്കും, ഞാൻ 30 വർഷം മരുന്ന് കഴിച്ചു, എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ മരുന്ന് കഴിച്ച് വെറുതെ ആയിരുന്നു.
സോ അങ്ങനത്തെ ഒരു ട്വിസ്റ്റഡ് ലോജിക്കിലേക്ക് ഇതിൽ ആരും വേണമെങ്കിൽ തിരിച്ചു മറിച്ചും വേണമെങ്കിൽ അതിനെ പറയാം. ചിലവര് ടെസ്റ്റ് റിസൾട്ട്സ് നോർമലായ ഇത് വെറുതെ ചെയ്തു പൈസ waste ആയെന്ന് വിശ്വസിക്കുന്നു. അത് അല്ലേ അപ്പോൾ സി ഒരു 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 മെൻ്റലി ഹെൽത്തി ബാലൻസ്ഡ് ആൾക്ക് നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബോഡി ചെക്കപ്പ് ഇസ് എ റോങ് തിങ് ബൈ ദ വേ. പക്ഷെ ഒരു ജനറൽ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എല്ലാ റിപ്പോർട്ട്സും നോർമലായിട്ട് കണ്ടു കഴിഞ്ഞാൽ വി ഷുഡ് ബി ഹാപ്പി, വി ഷുഡ് ബി എന്താ പറയുക സാറ്റിസ്ഫൈഡ് ദാറ്റ് നമുക്ക് രോഗങ്ങളൊന്നും ഇല്ല. അല്ലാണ്ട് ഈ ചെക്കപ്പ് ചെയ്ത് വേസ്റ്റ് എന്നുള്ളത് അല്ല എൻ്റെ അർത്ഥം. ബട്ട് there are people who think that way and then think that it's all waste.